ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 5 രാസഗതികം കെമിക്കൽ കൈനറ്റിക്സിലെ ലെറ്റസ് സസസ് വിലയിരുത്താം എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻറ്റു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വയവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം എന്നീ നിലയിൽ പട്ടികപ്പെടുത്തുക. അപ്പോൾ 6 കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ കെമിക്കൽ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്? A+BC ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൽ എങ്ങനെയാണ്? AC+B. Fe ആറ്റത്തിൻ്റെ സ്ഥാനത്തേക്ക് ആര് വന്നു? സിങ്ക് ആറ്റം വന്ന് കയറിയിരിക്കുകയാണ് ചെയ്തത്. ഡിസ്പ്ലേസ്മെൻറ്റ് ആദേശം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. 2, NaCl പ്ലസ് AgNO3 gives NaNO3 പ്ലസ് AgCl. ഇവിടെ ഏത് ഫോർമാറ്റാണ്? AB പ്ലസ് CD gives AD പ്ലസ് CB. അത് ആ ഫോർമാറ്റ് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതേതാണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. എന്താണ്? Neയുടെ അടുത്തേക്ക് NO3 അയോൺ വന്ന് ചേരുന്നു. അതുപോലെ തന്നെ Agയുടെ അടുത്തേക്ക് ക്ലോറൈഡ് അയോൺ വന്ന് ചേരുന്നു. അതുകൊണ്ട് ഇതെന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ്വയവിഘടന രാസപ്രവർത്തനമാണ്. 2. 3, PbNO3 ടോയ്സ് ഗീവ്സ് 2PbO പ്ലസ് 4NO2 പ്ലസ് O2. ഇത് കണ്ടാലേ അറിയാം റിയാക്റ്റൻ സൈഡിൽ ഒരു സംയുക്തമേ ഉള്ളൂ. അഭികാര്യങ്ങളുടെ സൈഡിൽ അത് വിഘടിച്ച് രണ്ടിലധികം പ്രൊഡക്റ്റായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ്? വിഘടന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. 4, 2 സംയുക്തങ്ങൾ ചേർന്ന് 2 പദാർത്ഥങ്ങൾ ചേർന്ന് ഒരു കോമ്പൗണ്ടേ ഉള്ളൂ പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പോൾ ഇതെന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം. അതുപോലെ തന്നെ 5 നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 5 എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അയോൺസുകളുടെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതെന്താണ്? ദ്വയവിഘടന രാസപ്രവർത്തനമാണ്. 6, അഭികാര്യങ്ങളുടെ സൈഡിൽ ഒരു സംയുക്തമുള്ളൂ, അത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് 2 പ്രൊഡക്റ്റായി മാറിയിരിക്കുന്നു. അപ്പോൾ അതെന്താണ്? വിഘടന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. 2, write the balanced chemical equations of the chemical reactions given below and classify them into combination reaction, decomposition reaction and displacement reaction. ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സമീകരിച്ച് രാസസമവാക്യം എഴുതി അവയെ സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം എന്നിങ്ങനെ വേർതിരിച്ചെഴുതാനാണ് തന്നിരിക്കുന്നത്. അതിൽ A എന്ന് പറയുന്നത് മഗ്നീഷ്യം പ്ലസ് നൈട്രജൻ ഗീവ്സ് മഗ്നീഷ്യം നൈട്രൈഡ്. സിങ്ക് കാർബണേറ്റ് ചൂടാക്കുന്നു, ഹീറ്റ് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അടുത്തത് C, അലൂമിനിയം പ്ലസ് ലെഡ് നൈട്രേറ്റ് ഗീവ്സ് അലൂമിനിയം നൈട്രേറ്റ് പ്ലസ് ലെഡ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പേ ഈ ഓരോ രാസസമവാക്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിലേതാണ് കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം ഏതാണെന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? മഗ്നീഷ്യം പ്ലസ് നൈട്രജൻ 2 അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്ന് പ്രൊഡക്റ്റിൽ ഒരു ഉൽപ്പന്നമേ ഉള്ളെങ്കിൽ അത് ഏത് രാസപ്രവർത്തനമാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനമാണ്. 2, സിങ്ക് കാർബണേറ്റ് വിഘടിക്കുന്നു, ഡീകമ്പോസ് ചെയ്ത് 2 പ്രൊഡക്റ്റാണ് കിട്ടിയത് നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ. അഭികാര്യങ്ങളുടെ സൈഡിൽ ഒരു സംയുക്തമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനമാണ്. ഇനി 3 നോക്കിയേ, അലൂമിനിയം പ്ലസ് ലെഡ് നൈട്രേറ്റ് ഗീവ്സ് അലൂമിനിയം നൈട്രേറ്റ് പ്ലസ് ലെഡ്. ഇവിടെ എന്താണ്? ലെഡിൻ്റെ സ്ഥാനത്തേക്ക് ആര് വന്ന് ഇരിക്കുകയാണ്? അലൂമിനിയം വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. അപ്പോൾ നമുക്ക് നേരിട്ട് ഇത് നോക്കി തന്നെ നമുക്ക് ഏതൊക്കെ രാസപ്രവർത്തനമാണെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ സമീകരിച്ച രാസസമവാക്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം പ്ലസ് നൈട്രജൻ ഗീവ്സ് മഗ്നീഷ്യം നൈട്രൈഡ് ആണ്. അപ്പോൾ Mg പ്ലസ് നൈട്രജൻ വരുമ്പോൾ N2 ഗീവ്സ് മഗ്നീഷ്യം നൈട്രൈഡ് എന്ന് പറയുന്നത് Mg3N2 എന്നാണ്. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ
എണ്ണം സെയിം ആണ്, മഗ്നീഷ്യത്തിൻ്റെ എണ്ണമാണ് ഈക്വൽ ആക്കേണ്ടത്. അതിനായി മഗ്നീഷ്യത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ 3 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സമീകരിച്ച രാസസമവാക്യം 3Mg + N2 gives Mg3N2. സിങ്ക് കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ZnCO3 ഗീവ്സ് ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ സിങ്ക് ഓക്സിജൻ. അപ്പോൾ ZnOA പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം കെമിക്കൽ ഫോർമുല CO2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ZnCO3 വിഘടിക്കുന്നു, അങ്ങനെ നമുക്ക് സിങ്ക് ഓക്സൈഡ് എന്താണ് Zn ഓക്സിജനും പ്ലസ് പിന്നെന്താ കാർബൺ ഡൈ ഓക്സൈഡ് CO2. അപ്പോൾ ഇതാണ് നമ്മുടെ സമീകരിച്ച രാസസമവാക്യം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ ഇനി 3 അലൂമിനിയം പ്ലസ് ലെഡ് നൈട്രേറ്റ്. അലൂമിനിയം എന്ന് പറയുമ്പോൾ സിമ്പിൾ AL, ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ ലെഡ് എന്ന് പറയുമ്പോൾ PB, നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ NO3. അപ്പോൾ ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ PbNO3 ടോയ്സ് വരും, ഗീവ്സ് അലൂമിനിയം നൈട്രേറ്റ്. അപ്പോൾ എന്താണ് AlNO3 ത്രൈസ് എന്ന് ഇവിടെ വരും, പ്ലസ് ലെഡ് എന്ന് പറയുമ്പോൾ PB. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാ അലൂമിനിയത്തിൻ്റെ എണ്ണം ഈക്വലാണ്, ലെഡിൻ്റെ എണ്ണം ഈക്വലാണ്. NO3 നൈട്രേറ്റിൻ്റെ എണ്ണം എന്താണ് റിയാക്റ്റൻ സൈഡ് അഭികാരിക സൈഡ് 2ഉം പ്രൊഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങൾ സൈഡ് 3ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണ് പഠിച്ചത്? നമ്മൾ ഒറ്റ സംഖ്യ ഓഡ് നമ്പറിനെ ഇവൻ ആക്കാൻ, ഇരട്ട സംഖ്യയാക്കാൻ അവരെ എന്തോ ചെയ്യണം, ഇതിൻ്റെ ഫ്രണ്ടിലായി നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 അലൂമിനിയം NO3 ത്രൈസ് എന്ന് കിട്ടും. അപ്പോൾ NO3യുടെ എണ്ണം 6 ആവും, അലൂമിനിയത്തിൻ്റെ എണ്ണം 2 ആവും. അപ്പോൾ അഭികാര്യങ്ങളുടെ സൈഡിലും അലൂമിനിയത്തിൻ്റെ എണ്ണം എന്താവണം? 2 ആവണം. അതിനായി അലൂമിനിയത്തിൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നൈട്രേറ്റിൻ്റെ എണ്ണം അഭികാര്യങ്ങളുടെ സൈഡിലും 6 ആവണം. അതുകൊണ്ട് PbNO3 ടോയ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ അഭികാര്യങ്ങളുടെ സൈഡിൽ റിയാക്റ്റൻ സൈഡിൽ ലെഡ് PB 3 ആവുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിലും Pbയുടെ എണ്ണം 3 ആകണം. അതിന് Pbയുടെ ഫ്രണ്ടിലായി നമ്മൾ 3 ആഡ് ചെയ്യുന്നു. അപ്പോൾ സമീകരിച്ച രാസസമവാക്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2Al + 3PbNO3 ടോയ്സ് ഗീവ്സ് 2AlNO3 ത്രൈസ് പ്ലസ് 3Pb എന്ന് വരും. ഐഡൻറ്റിഫൈ ദി ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഗിവൻ ബിലോ. ചുവടെ നൽകിയിരിക്കുന്ന ഏത് തരം രാസപ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയാം. നമുക്കിത് എളുപ്പം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. ഒരു ചൈന ഡിഷിൽ എടുത്തിരിക്കുന്ന കോപ്പർ പൗഡർ ചൂടാക്കുമ്പോൾ കറുപ്പ് നിറമുള്ള കോപ്പർ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്റ്റേ ഉണ്ടാകുന്നുള്ളൂ, എന്താണ്? കോപ്പർ ഓക്സൈഡ് അല്ലേ? ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമുള്ള കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമേ ഇതിലുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഒരു ഉൽപ്പന്നമേ ഉണ്ടാകുന്നുള്ളെങ്കിൽ അത് ഏത് തരം രാസപ്രവർത്തനമാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം. അപ്പോൾ ഇവിടെ കോപ്പറും ഓക്സിജനും കൂടെ പ്രവർത്തിച്ചാണ് കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞ ഉൽപ്പന്നം പ്രൊഡക്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനകത്തുനിന്ന് തന്നെ ഏത് രാസപ്രവർത്തനമാണെന്ന് എളുപ്പം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ അതുപോലെ നോക്കാം. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ട്, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്. റിയാക്ട്സ് വിത്ത് സോഡിയം ക്ലോറൈഡ്. അത് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ 2 സൊല്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും. അവ ചേർന്നുണ്ടാവുന്ന ടു ഫോം സിൽവർ ക്ലോറൈഡ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. അവ സംയോജിച്ച് പ്രവർത്തിച്ചുണ്ടായ പ്രൊഡക്റ്റുകളാണ് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതേതാണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ദ്വയവിഘടന രാസപ്രവർത്തനമാണ് അല്ലേ? റിയാക്റ്റൻ സൈഡിൽ അഭികാര്യങ്ങൾ സൈഡിൽ സിൽവർ നൈട്രേറ്റ് ആയിരുന്നു, അതിൻ്റെ നൈട്രേറ്റ് അയോണിനെ സോഡിയത്തിന് കൊടുക്കുന്നു, അപ്പോൾ സോഡിയം നൈട്രേറ്റ് ഉണ്ടായി. ഇനി സോഡിയം ക്ലോറൈഡിൻ്റെ ക്ലോറൈഡ് അയോണിനെ ആർക്ക് കൊടുക്കുന്നു? സിൽവറിന് കൊടുക്കുന്നു, സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. AB + CD ഗീവ്സ് AD + CB ഫോം അല്ലേ? റിയാക്റ്റൻ സൈഡിൽ 2 പ്രൊഡക്റ്റ്, ഉൽപ്പന്ന സൈഡിലും പ്രൊഡക്റ്റ് സൈഡിൽ 2 പ്രൊഡക്റ്റ്. അപ്പോൾ അതെന്താണ്? ദ്വയവിഘടന രാസപ്രവർത്തനം, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. മൂന്നാമത്തെ ഫോർമേഷൻ ഓഫ് ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ഓൺ ഹീറ്റിംഗ് ഫെറസ് സൾഫേറ്റ് ഗ്രാനുവൽസ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഫെറസ് സൾഫേറ്റ് ഗ്രാനുവൽസ്
ചൂടാക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്, ഉൽപ്പന്നങ്ങളാണ് ഫെറിക് ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്. റിയാക്റ്റൻ്റ് സൈഡിൽ അല്ലെങ്കിൽ അഭികാര്യങ്ങളുടെ സൈഡിൽ ഒരു സംയുക്തമേ ഉള്ളൂ അല്ലേ? പ്രൊഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2-ലധികം ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന കാണാം. അപ്പം അതെന്താണ്? വിഘടന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി തന്നെ പ്രൊഡക്റ്റും റിയാക്റ്റൻറ്റും ഉൽപ്പന്നങ്ങളും സംയുക്തങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏത് രാസപ്രവർത്തനമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. 4. വാട്ട് ആർ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? റൈറ്റ് ആൻ എക്സാമ്പിൾ. ആദേശ രാസപ്രവർത്തനങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. Reaction in which an element in a compound is displaced by another element are called displacement reaction. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ Zn+2HCl gives zinc chloride, ZnCl2+ ഹൈഡ്രജൻ. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനകത്ത് ഹൈഡ്രജൻ്റെ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഇരിക്കുന്നു അല്ലെങ്കിൽ ആദേശം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ZnCl2+H2. ഇതിനെയാണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. 5. റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്ക് ഡേയ്സ് ഓർ മന്ത്സ് ടു കംപ്ലീറ്റ് ആൻഡ് ദോസ് ദാറ്റ് ടേക്ക് ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ്. ദിവസങ്ങളോ മാസങ്ങളോ എടുത്ത് പൂർണ്ണമാക്കുന്ന 2 രാസപ്രവർത്തനങ്ങൾക്കും സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം എടുത്ത് പൂർണ്ണമാകുന്ന 2 രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്ത് നടക്കുന്ന രാസപ്രവർത്തനം റിയാക്ഷന് എക്സാമ്പിൾ 1 റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത്. 2 ഫെർമെൻറ്റേഷൻ, ഈ ബിയർ വൈനൊക്കെ നിർമ്മാണമൊക്കെ മാസങ്ങൾ എടുത്ത് നടത്തുന്ന രാസപ്രവർത്തനമാണ്. അതുപോലെ തന്നെ വെറും സെക്കൻഡുകൾ മതി അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന് എക്സാമ്പിൾ കമ്പസ്റ്റൻ ഓഫ് പേപ്പർ കത്തിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ റിയാക്ഷന് ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടറും വെള്ളവും ഉപ്പും സാൾട്ടും ഉണ്ടാവുന്നതെന്ന് പറയുന്നത് വെറും മിനിറ്റുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ്. 6. ഹൗ ഡസ് ദി റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വേരി when a gas reacts with large pieces of a solid substance and its fine powder? Explain the reaction. ഒരു ഖരവസ്തുവിൻ്റെ വലുപ്പമുള്ള കഷ്ണങ്ങളുമായി അതിൻ്റെ സൂക്ഷ്മമായ പൊടിയുമായി ഒരു വാതകം പ്രവർത്തിക്കുമ്പോഴുള്ള രാസപ്രവർത്തന വേഗം എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കും? കാരണം വിശദമാക്കുക. വലിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ലാർജ് പീസസ് എന്ന് പറയുന്ന അവരുടെ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് വളരെ കുറവാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസുമായിട്ട് അല്ലെങ്കിൽ അഭികാര തന്മാത്രകളുമായിട്ട് കൂട്ടിമുട്ടലോ കൊളീഷൻസ് കുറവായിരിക്കും. അങ്ങനെ അവിടെ നടക്കുന്ന രാസപ്രവർത്തനം റിയാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ പതുക്കെയായിരിക്കും, സ്ലോവർ റേറ്റിൽ അവിടെ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. ഇനി അത് ഫൈൻ പൗഡർ ആക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പൊടിച്ച രീതിയിലാക്കുവാണെങ്കിൽ സർഫസ് ഏരിയ, പ്രതല പരപ്പളവ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മോർ ഗ്യാസ് മോളിക്യൂൾസിന് സോളിഡ് സബ്സ്റ്റൻസുമായിട്ട് സമ്പർക്കത്തിന് ഇടയാവും. അങ്ങനെ പെട്ടെന്ന് പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവിടെ ഇഫക്റ്റീവ് കൊളിഷൻസിൻ്റെ എണ്ണം, കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും അങ്ങനെ റിയാക്ഷൻ റേറ്റ് വളരെ വേഗത്തിൽ നടക്കുകയും പെട്ടെന്ന് രാസപ്രവർത്തനം വേഗത്തിലാകുകയും റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷനും വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ പൊടിച്ച സബ്സ്റ്റൻസ് പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ പ്രതല പരപ്പളവ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു കഷ്ണങ്ങൾ, ലാർജ് പീസസ്. അപ്പോൾ പൊടിച്ച പൗഡേർഡ് ഫോമിലാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് കൊളീഷൻസ് നടത്താൻ, കൂട്ടിമുട്ടലുകൾ നടത്തി പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റും. The rate of a chemical reaction for a fixed amount of a reactant is slow at room temperature. Is it possible to increase the rate of the chemical reaction without changing the temperature? Explain. നിശ്ചിത അളവ് അഭികാരം എടുത്തിരിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗം സാധാരണ താപനിലയിൽ വളരെ കുറവാണ്. താപനിലയിൽ വ്യതിയാനം വരുത്താതെ രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കാനാകുമോ? വിശദമാക്കുക. യെസ്,
ടെമ്പറേച്ചറിന് താപനിലയ്ക്ക് വ്യത്യാസം വരുത്താതെ തന്നെ നമുക്ക് രാസപ്രവർത്തന വേഗം റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്ന അഭികാര്യങ്ങളുടെ കോൺസെൻട്രേഷൻ സാന്ദ്രത വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള കണികളുടെ എണ്ണം വർദ്ധിക്കും. രണ്ടാമത് റിയാക്റ്റൻസിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അഭികാര്യങ്ങളുടെ പ്രതല പരപ്പളവ് വർദ്ധിപ്പിക്കുക. നമ്മൾ ചെറിയ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പൊടിയായി നമ്മൾ സോളിഡ് രൂപത്തെ മാറ്റുമ്പോൾ അതിൻ്റെ പ്രതല പരപ്പളവ് വർദ്ധിക്കുകയും കൂടുതൽ കണങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടലുകളിലൂടെ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുകയും ചെയ്യും. മൂന്നാമതായി നമുക്ക് കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഉൾപ്രേരകങ്ങൾ ഉപയോഗിക്കാം. കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നതോടെ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്തായിരുന്നാലും അവ രാസപ്രവർത്തനത്തിൻ്റെ വേഗത്തെ കൂട്ടുകയാണ് ചെയ്യുക. വേറെ ചേഞ്ചസ് ആ രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകം മൂലം ഉണ്ടാകുകയില്ല. Question: Zinc reacts with hydrochloric acid to produce hydrogen gas. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ലഭിക്കുന്നു. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. Zn പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് ദിസ്? ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്ത് സിങ്ക് ആറ്റം കയറിയിരിക്കുകയാണ്. ഹൈഡ്രജൻ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്ന് ഇരിക്കുന്നു. അപ്പോൾ അതേതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അളവ് കൂട്ടുന്നതിനാവശ്യമായി 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് സിങ്ക്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുക, സിങ്കിൻ്റെ പ്രതല പരപ്പളവ് വർദ്ധിപ്പിക്കുക. ഈ വഴി നമുക്ക് ഹൈഡ്രജൻ്റെ എമൗണ്ട് കൂട്ടുവാൻ സാധിക്കും. 9. ഇത് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി കൺവേർഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഇസ് ഗിവൻ. 2H2O2 gives 2H2O plus O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ജലവും ഓക്സിജനുമായി മാറുന്നതിൻ്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് ദിസ്? H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചാണ് എന്തുണ്ടാകുന്നത്? വാട്ടറും വെള്ളവും ഓക്സിജനും ഉണ്ടാകുന്നത്. അഭികാര്യങ്ങൾ റിയാക്റ്റൻ സൈഡിൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അത് വിഭാഗിച്ച് അല്ലെങ്കിൽ വിഘടിച്ച് 2 പ്രൊഡക്റ്റ് ഉണ്ടായി. അപ്പോൾ ഇതേതാണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം. B. Which substance is used to accelerate the decomposition of H2O2? H2O2ൻ്റെ വിഘടന വേഗം കൂട്ടാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? MnO2. By what name it is commonly known? അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഉൾപ്രേരകം. ഇത് പൊതുവെ അറിയപ്പെടുന്ന പേരേതാണ്? കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകം. 10. Solutions of ammonium chloride and sodium hydroxide are taken in a test tube and heated. അമോണിയം ക്ലോറൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ലായനികൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ചൂടാക്കുന്നു. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? ഉണ്ടായ വാതകം ഏതാണ്? നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ഏതാണ്? അമോണിയ ഗ്യാസ്, NH3 വാതകമാണ് ഉണ്ടായത്. വിച്ച് ഫാക്ടർ ഹെൽപ്സ് ടു ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ? രാസപ്രവർത്തനം വേഗം വർദ്ധിക്കാൻ സഹായിച്ച ഘടകം ഏതാണ്? താപനില, ടെമ്പറേച്ചർ. വാട്ട് ഈസ് ത്രഷോൾഡ് എനർജി? ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അഭികാര്യങ്ങൾ ഉൽപ്പന്നമായി മാറണമെങ്കിൽ അഭികാരിക കണികൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നു. റിയാക്റ്റൻസ് അണ്ടർഗോയിങ് എ കെമിക്കൽ റിയാക്ഷൻ require a certain amount of kinetic energy to get converted into products. This energy is called threshold energy. D. Why does the rate of a chemical reaction
ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നതിനുള്ള കാരണം എന്ത്? നമ്മൾ അഭികാര്യങ്ങൾ ചൂടാക്കുമ്പോൾ കണികളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. When the reactants are heated, the kinetic energy of the particles increases. അതായത് താപനില വർദ്ധിക്കുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, the number of particles that attain the threshold energy increases. ത്രഷോൾഡ് എനർജി കൈവരിച്ച കണികളുടെ എണ്ണം കൂടുന്നു. തൽഫലമായി ആസ് എ റിസൾട്ട് ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ദി നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ ഇൻക്രീസസ് leading to an increase in the rate of chemical reaction. രാസപ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രാസപ്രവർത്തന വേഗം കൂടുതലാവുന്നു. കാരണം അഭികാര്യ തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടലുകൾ, ഇഫക്റ്റീവ് കൊളിഷൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.